ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അതിനു പിന്നാലെ തന്നെ ഏഷ്യാനെറ്റ് അവരുടെ ഔദ്യോഗിക പേജുകളിൽ പുതിയൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. 15 days to go എന്ന കൗണ്ട്ഡൗണോടെയാണ് ഈ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇത്തവണ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും അഗ്നിപരീക്ഷ പ്രീ ഷോ ആരംഭിക്കുകയാണെന്ന പ്രഖ്യാപനമാണ് പ്രൊമോയിലൂടെയും ഈ പുതിയ പോസ്റ്റിലൂടെയും ഉറപ്പിച്ചിരിക്കുന്നത്. ടെലിവിഷനിൽ ഏഷ്യാനെറ്റിലും ഏഷ്യാനെറ്റ് പ്ലസിലും ഒപ്പം ഡിസ്നി പ്ലസ് ജിയോ ഹോട്ട്സ്റ്റാറിലും ഏത് സമയത്തും കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സ്ട്രീമിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു പ്രധാന ഷോ അല്ലെങ്കിൽ ഒരു പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് നടത്തുന്ന മുന്നോടിയായുള്ള ഷോയെയാണ് പ്രീ ഷോ എന്ന് വിളിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 8 എന്ന വലിയ മെയിൻ മത്സരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു എൻട്രൻസ് പരീക്ഷ അല്ലെങ്കിൽ സെലക്ഷൻ റൗണ്ട് ആണ് ഈ അഗ്നി പരീക്ഷ പ്രീ ഷോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടസ്റ്റന്റ്സ് ഫ്ലവറോ ഫയറോ എന്ന കൗതുകമുണർത്തുന്ന ചോദ്യമാണ് ഏഷ്യാനെറ്റ് അവരുടെ പുതിയ പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ പോകുന്ന സാധാരണക്കാരായ മത്സരാർത്ഥികൾ വെറും ഒരു ഫ്ലവറായി ഒതുങ്ങിപ്പോകുമോ അതോ കളിക്കളത്തിൽ വമ്പൻ ഫയറായി ആഞ്ഞടിക്കുമോ എന്ന് കണ്ടറിയാമെന്ന വലിയൊരു സൂചനയാണിത്. സാധാരണ നമ്മൾ കാണാറുള്ള ബിഗ് ബോസ് രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് സീസൺ 8 ഒരുങ്ങുന്നത്. മുൻ സീസണുകളിൽ ഒരു ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിലൂടെ എല്ലാ മത്സരാർത്ഥികളെയും ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇത്തവണ പ്രധാന സീസണിന് മുൻപായി വലിയൊരു ഫിൽട്ടറിംഗ് പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. പ്രൊമോയിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പറഞ്ഞിരിക്കുന്ന "ഞാൻ ഇത്തവണ രാജാവല്ല കിങ് മേക്കർ ആണ്" എന്ന മാസ് ഡയലോഗ് തന്നെ ഇതിന്റെ വലിയൊരു സൂചനയാണ് നൽകുന്നത്. അതായത് ആര് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറണം, ആര് കളിക്കണം എന്ന് തീരുമാനിക്കുന്ന കിങ് മേക്കറുടെ റോളിലാണ് മോഹൻലാലും ഒപ്പം പ്രേക്ഷകരും എത്തുന്നത്. സാധാരണക്കാരായ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിലേക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ അഗ്നിപരീക്ഷ എന്ന പ്രീ ഷോ സംഘടിപ്പിക്കുന്നത്. മുൻപ് നടന്ന ഓഡിഷനുകളിൽ നിന്നും അയച്ച വീഡിയോകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പ്രധാന കോമണർ മത്സരാർത്ഥികളാണ് ഈ അഗ്നിപരീക്ഷാ വേദിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ അഗ്നിപരീക്ഷയുടെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ ഇത് വെറും ഒരു സാധാരണ ഇന്റർവ്യൂ മോഡൽ ആയിരിക്കില്ല എന്നത് വ്യക്തമാണ്. ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ മാനസിക ശാരീരിക വെല്ലുവിളികളും ഈ പ്രീ ഷോയിൽ ഉണ്ടാകും. ഫിസിക്കൽ ടാസ്കുകൾ, മാനസികമായി തളർത്തുന്ന സ്ട്രെസ് ടാസ്കുകൾ, ഹ്യൂമറും എന്റർടൈൻമെന്റും പുറത്തെടുക്കേണ്ട സാഹചര്യങ്ങൾ, അതുപോലെ കൃത്യമായി സംസാരിക്കാനും സ്വന്തം ഭാഗം ന്യായീകരിക്കാനുമുള്ള ഡിബേറ്റുകൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി. മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താൻ പ്രത്യേക സിഗ്നൽ സിസ്റ്റമാണ് ഏഷ്യാനെറ്റ് ഒരുക്കിയിരിക്കുന്നത്. മികച്ച പ്രകടനം നടത്തുന്നവർക്ക് ഗ്രീൻ സിഗ്നൽ ലഭിക്കുകയും അവർ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുകയും ചെയ്യും. ശരാശരി പ്രകടനം മാത്രം നടത്തുന്നവർക്ക് യെല്ലോ സിഗ്നൽ ലഭിക്കും. ഇവർ ഹോൾഡ് ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ തുടർച്ചയായി മോശം പ്രകടനം നടത്തുകയോ ചട്ടങ്ങൾ ലംഘിക്കുകയോ ചെയ്യുന്നവർക്ക് റെഡ് സിഗ്നൽ ലഭിക്കും. 3 റെഡ് സിഗ്നൽ ലഭിക്കുന്ന മത്സരാർത്ഥി ആ നിമിഷം തന്നെ ഷോയിൽ നിന്ന് പുറത്താവും. അഗ്നിപരീക്ഷയുടെ 6ാമത്തെ എപ്പിസോഡ് മുതൽ പ്രേക്ഷകർക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ വോട്ട് ചെയ്യാനുള്ള അവസരവും ലഭിക്കും. പ്രേക്ഷകരുടെ വോട്ടും പെർഫോമൻസും അടിസ്ഥാനമാക്കി 3 അതിലധികമോ പേർക്കായിരിക്കും ബിഗ് ബോസ് സീസൺ 8ന്റെ മെയിൻ ഹൗസിലേക്ക് നേരിട്ട് എൻട്രി ലഭിക്കുക. മുൻ സീസണുകളിൽ പ്രത്യേകിച്ച് സീസൺ 7ൽ സാധാരണക്കാരായി വന്ന മത്സരാർത്ഥികൾ കാര്യമായി ശോഭിക്കാനോ വലിയ ഫാൻ ബേസ് ഉണ്ടാക്കാനോ കഴിഞ്ഞിരുന്നില്ല എന്ന വിമർശനം പ്രേക്ഷകർക്കിടയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രീ ഷോ വഴി കടന്നുവരുന്ന കോമണേഴ്സിന് ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വന്തമായ ഒരു വ്യക്തിത്വവും മികച്ച ഫാൻ സപ്പോർട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതും വലിയൊരു പ്രത്യേകതയാണ്. അഗ്നിപരീക്ഷയുടെ അവതാരകയായി എത്തുന്നത് ആരാണെന്നും കോമണേഴ്സിനെ പരീക്ഷിക്കാൻ എത്തുന്ന 3 പ്രധാന ജഡ്ജിമാർ ആരൊക്കെയാണെന്നും ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഒഫീഷ്യലായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പ്രീ ഷോയുടെ അവതാരകയായി എത്തുന്നത് ബിഗ് ബോസ് സീസൺ 5ലെ ഫസ്റ്റ് റണ്ണറപ്പായ റനീഷ റഹ്മാനാണ്. സ്ക്രീൻ പ്രസൻസും ഉറച്ച നിലപാടുകളും കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ റനീഷ ആങ്കറായി എത്തുമ്പോൾ പ്രീ ഷോ മികച്ചൊരു എനർജി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യത്തെ ജഡ്ജ് ബിഗ് ബോസ് സീസൺ 1ലെ ഫയർ ബ്രാൻഡ് മത്സരാർത്ഥിയും പ്രശസ്ത അവതാരികയുമായ രഞ്ജിനി ഹരിദാസ് ആണ്. രണ്ടാമത്തെ ജഡ്ജ് ബിഗ് ബോസ് സീസൺ 4ൽ വൈൽഡ് കാർഡിലൂടെ വന്ന് ഗെയിം ആകെ മാറ്റിമറിച്ച റിയ സലീമാണ്. മൂന്നാമത്തെ ജഡ്ജ് ബിഗ് ബോസ് സീസൺ 5ലെ തകർപ്പൻ പ്രകടനത്തിലൂടെ കപ്പടിച്ച വിന്നർ അഖിൽമാരാരാണ്. ഈ 3 മുൻ താരങ്ങളും ചേരുന്ന പാനൽ മുന്നിലിരിക്കും മത്സരാർത്ഥികൾക്ക് അത് ഒട്ടും എളുപ്പമുള്ള പരീക്ഷണമായിരിക്കില്ല. ബിഗ് ബോസ് സീസൺ 8ന്റെ പുതിയ ഫയറി ലോഗോ പരിശോധിച്ചാൽ അതിൽ ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് വാക്ക് ഉൾപ്പെടുത്തിയത് കാണാം.
ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്നാണ് ഇതിന്റെ അർത്ഥം. കഴിഞ്ഞ സീസണുകളിൽ വോട്ടിംഗിലും ഗെയിം ചേഞ്ചുകളിലും വന്ന ചില പോരായ്മകൾ നികത്താനും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഭരണത്തിലും തീരുമാനങ്ങളിലും പ്രേക്ഷകരുടെ ഇടപെടൽ മുൻപത്തേക്കാൾ കൂട്ടാനുമാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. സാധാരണക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സീസണായിരിക്കും ഇത്. ഓഗസ്റ്റ് 15 ആരംഭിക്കുന്ന അഗ്നിപരീക്ഷ പ്രീ ഷോ കുറച്ചു ദിവസങ്ങൾ നീണ്ടുനിൽക്കും. അതിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന കോമണേഴ്സും മറ്റ് പ്രമുഖ സെലിബ്രിറ്റികളും ചേരുന്ന ബിഗ് ബോസ് സീസൺ 8 ഗ്രാൻഡ് ലോഞ്ച് സെപ്റ്റംബർ ആദ്യ വാരത്തോടെ ഉണ്ടാകാനാണ് സാധ്യത. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന പ്രീ ഷോ പരീക്ഷണം പ്രധാന സീസണിന്റെ ക്വാളിറ്റി കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ടന്റും ഗെയിം പ്ലാനും ഉള്ളവർക്ക് മാത്രമേ ഇനി വീടിനുള്ളിലേക്ക് കടക്കാനാവൂ.